രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നിലപാടെടുത്തതിന് പിന്നാലെ ഉണ്ടായ സൈബർ ആക്രമണത്തിനെതിരെ യൂത്ത് കോൺഗ്രസ് വനിതാ നേതാവ് സ്നേഹ ഹരിപ്പാടിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. സ്വന്തം പാർട്ടി പ്രവർത്തകരുടെ സൈബർ ആക്രമണം ഏറെ വേദനിപ്പിക്കുന്നു. സൈബർ എഴുത്തിൽ തീർത്ത് കളയുമെന്ന് പ്രവർത്തകർ ഭീഷണിപ്പെടുത്തിയെന്നും സ്നേഹയുടെ ഫേസ്ബുക്ക് കുറിപ്പിൽ പറയുന്നുണ്ട്. അശ്വിൻ പാലാഴിയാണ് ചേരുന്നത് ആലപ്പുഴയിൽ നിന്ന് വിവരങ്ങളുമായി. അശ്വിൻ, ഈ കുറച്ചു മുൻപ് കോൺഗ്രസിന്റെ നേതാവ് കെ മുരളീധരന്റെ ഒരു പ്രതികരണം ഇക്കാര്യത്തിൽ ഉണ്ടായിരുന്നു. അത് പൊതുവെ ഇത്തരത്തിലുള്ള സൈബർ അറ്റാക്കുകൾ, പ്രത്യേകിച്ച് ഈ വിഷയത്തിൽ പ്രതികരിച്ച വനിതാ നേതാക്കൾക്കെതിരെ അത് കാണാതിരുന്നാൽ പോരെ, വായിക്കാതിരുന്നാൽ പോരെ എന്നാണ് അദ്ദേഹം ലാഘവത്തോടെ പറഞ്ഞത്. പക്ഷെ അത് അങ്ങനെയല്ല എന്ന് ഈ ഫേസ്ബുക്കിലെ കുറിപ്പ് സൂചിപ്പിക്കുന്നുണ്ട്. വല്ലാത്ത മാനസിക പ്രശ്നങ്ങളിലൂടെ അവർ കടന്നു പോകുന്നുണ്ട്. അതുതന്നെയാണ് ഈ ഫേസ്ബുക്ക് കുറിപ്പ് പറയുന്നത്. കൂടുതൽ എന്തെല്ലാം പറയുന്നു? സ്മിത, ഏറ്റവും പ്രധാനമായി സ്വന്തം പാർട്ടിയിലെ ആളുകൾ തന്നെ ഒരു വനിതാ നേതാവിനെതിരെ, പ്രത്യേകിച്ച് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി കൂടിയായ സ്നേഹയ്ക്കെതിരെ അതിരൂക്ഷമായ സൈബർ ആക്രമണം കഴിഞ്ഞ 2 ദിവസമായി നടത്തുന്നത്. കേട്ടാൽ അറയ്ക്കുന്ന, വായിക്കാൻ പോലും നമുക്ക് അറപ്പ് തോന്നുന്ന രീതിയിലുള്ള വാക്കുകളാണ് ഈ സൈബർ ആക്രമണത്തിനു വേണ്ടി ഈ സൈബർ അണികൾ ഉപയോഗിക്കുന്നതെന്നുള്ളതാണ് ഏറ്റവും വേദനാജനകമായ കാര്യം. ഒരു വനിത എന്നുള്ള പരിഗണന പോലും കൊടുക്കാതെയുള്ള വിമർശനങ്ങളും അസഭ്യവുമാണ് ഈ കേസുമായി ബന്ധപ്പെട്ട്, ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നടക്കുന്നത്. ഏറ്റവും പ്രധാനമായി സൈബർ ആക്രമണത്തിനുള്ള കാരണം എന്ന് പറയുന്നത് ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ സംഭവം ഉണ്ടായതിനു പിന്നാലെ സ്നേഹ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ഒരു വോയിസ് നോട്ട് ഇട്ടിരുന്നു. അത് രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെ അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ ഒരു പെണ്ണുപിടിയനല്ല എന്ന് സമൂഹത്തെ ബോധ്യപ്പെടുത്തേണ്ടത് നമ്മുടെ കടമയാണ് എന്ന് തുടങ്ങുന്ന ഒരു ശബ്ദ സന്ദേശമാണ്. ഇത് പിന്നീട് പുറത്തു പോവുകയും മാധ്യമങ്ങൾ അത് വാർത്തയാക്കുകയും ചെയ്തു. ഇത് മാധ്യമങ്ങൾക്ക് ചോർത്തിക്കൊടുത്തത് സ്നേഹ തന്നെയാണ് എന്നുള്ള ഒരു ആരോപണമാണ് യൂത്ത് കോൺഗ്രസിന്റെ പല ആളുകളും ഉന്നയിക്കുന്നത്. അതിൽ ഊന്നി നിന്നുകൊണ്ടാണ് ഈ അതിരൂക്ഷമായ സൈബർ ആക്രമണം സ്നേഹയ്ക്ക് നേരിടേണ്ടി വരുന്നത്. പോസ്റ്റുകൾക്കടിയിൽ കമന്റുകളായും അല്ലാതെയും ഒക്കെ ഈ സൈബർ ആക്രമണമുണ്ട്. എന്തായാലും കോൺഗ്രസിന്റെ തന്നെ സൈബർ അണികളോട് സ്നേഹ ഒരു കാര്യം പറയുന്നുണ്ട്. വിമർശനങ്ങളാകാം, പക്ഷെ അത് മാന്യമായ വാക്കുകൾ ഉപയോഗിച്ചായാൽ അംഗീകരിക്കുന്നതിൽ ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടുമില്ല. കോൺഗ്രസിലെ പല വനിതകളും ഇന്ന് കോൺഗ്രസിലെ തന്നെ സൈബർ അണികളുടെ ആക്രമണത്തിന് വിധേയരാകുന്നുണ്ട്. പാർട്ടി ഇത് മുഖവിലക്കെടുത്ത് ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്നും ആവശ്യപ്പെടുന്നുണ്ട് ഈ സ്നേഹ. അശ്വിൻ പാലാഴിയാണ് വിവരങ്ങളുമായി ആലപ്പുഴയിൽ നിന്നും ചേരുന്നത്. സ്ത്രീകളെ, വനിതകളെ ചേർത്ത് പിടിക്കുന്ന പാർട്ടിയാണ് കോൺഗ്രസ് എന്ന് ഒരു വശത്ത് ഒരു വിഭാഗം പറയുമ്പോഴും, നേതാക്കൾ പറയുമ്പോഴും, ഇതുപോലെയുള്ള സൈബർ ആക്രമണങ്ങൾ അത് സ്വന്തം പാർട്ടിക്ക് ഇടയിൽ നിന്നു തന്നെ നേരിടേണ്ടി വരുന്നു. അത് വലിയ മാനസിക വിഷമം ഉണ്ടാക്കുന്നു, വേദനിപ്പിക്കുന്നു എന്നാണ് ഇപ്പോൾ ആ കുറിപ്പിൽ പറയുന്നത്. അശ്വിൻ പാലാഴി വിവരങ്ങൾ നൽകുകയായിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.